അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമായിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയത് തന്നെയാണ്, ഒരു സംശയകാര്യത്തിലില്ല. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ഇപ്പം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയ മുഖ്യമന്ത്രി ഈ ഭരണ നേട്ടങ്ങൾ പറയാതെ പലപ്പോഴും NDAയുടെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് വിമർശിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. മുഖ്യമന്ത്രി ഒരു BJP വിമർശനവും നടത്തുന്നില്ല. മുഖ്യമന്ത്രി കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്. അത് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ റാലി നടത്തിയാൽ അദ്ദേഹം പച്ചക്കള്ളമാണ് പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളമാണ്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, പൗരത്വ നിയമം വന്നപ്പോൾ കോൺഗ്രസ് MPമാരൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശശി തരൂരും NK പ്രേമചന്ദ്രനും ET മുഹമ്മദ് ബഷീർ സാഹിബും പ്രസംഗിച്ചത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു, ഒരു നുണ. രണ്ടാമത്തെ നുണ, പൗരത്വ നിയമം എടുത്തപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ UDF MPമാർ പൗരത്വ നിയമത്തിൽ എതിരായി വോട്ട് ചെയ്ത് പാർലമെൻറ്റിൽ വോട്ട് ചെയ്തതിൻ്റെ രേഖ പാർലമെൻറ്റിൽ നിന്ന് എടുത്ത് അയച്ചു കൊടുത്തു. എന്നിട്ടും ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പച്ചക്കള്ളം പറയുകയാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത്, BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വാചകം BJPയെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും കോൺഗ്രസിനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. ഭരണ നേട്ടം പറയാൻ ഒരു ചുക്കുമില്ല. എന്താ ഉള്ളത്? 7 മാസം പെൻഷൻ കൊടുക്കാത്തതോ, 55 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാത്തതോ, 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തതോ, ഉച്ചഭക്ഷണത്തിന് കാശില്ലാത്തതോ, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലാത്തതോ, മാവേലി സ്റ്റോറിൽ സാധനം ഇല്ലാത്തതോ, എന്താ പറയാനുള്ളത്? ഭരണ നേട്ടം അല്ല, അഴിമതി കഥകളോ? മാസപ്പടിയും K-ഫോണും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതിയും AI ക്യാമറയും ഇതൊക്കെയാണോ പറയാനുള്ളത്? ലൈഫ് മിഷൻ കോഴയൊക്കെ. ഗവൺമെൻറ് പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലാണ്. ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരുണ്ടായി ഉണ്ട്. അത് ശക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ UDF 20 സീറ്റിലും ചെയ്യും. കർണാടകയിലെ BJP പോസ്റ്ററിലെ കേരളത്തിലെ JDS നേതാക്കളുടെ പടങ്ങളൊക്കെ ഞങ്ങൾ എത്ര നാളായി പറയുന്നു, NDAയിലെ ഘടകകക്ഷി കേരളത്തിലെ LDFൻ്റെ ഘടകകക്ഷിയാണ്. അവരൊരു പാർട്ടി ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല. ഇത് കേട്ട് CK നാണു, നീലലോഹിതദാസ് നാടാർ തുടങ്ങിയ ആളുകൾ പാർട്ടി വിട്ടുപോയി. എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത്? അവർക്ക് BJPയുമായി ബന്ധമുള്ള ഒരു മുന്നണി ഉള്ള ഒരു പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല. അവർ സോഷ്യലിസ്റ്റുകളാണ്, പഴയ സോഷ്യലിസ്റ്റുകളാണ്. അവർ പാർട്ടി വിട്ടുപോയി. എന്നിട്ടും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഇപ്പോഴും NDA മുന്നണിയിലുള്ള കക്ഷിയിൽ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ദേവഗൗഡയുടെ, ഈ പാർട്ടിയുടെ നേതാവിൻ്റെ മരുമകൻ മഞ്ജുനാഥ് മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇവരുടെ രണ്ടുപേരെയും കൂടി പടം അടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. കാരണം അവരൊക്കെയാണ് വലിയ നേതാക്കന്മാർ, മന്ത്രിയാണ്, ഒരാൾ മന്ത്രിയും സ്റ്റേറ്റ് പ്രസിഡന്റുമാണ്. BJPക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ്. അല്ലല്ല, അത് അവരുടെ യുവജന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വ്യാജ പോസ്റ്ററല്ല, അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവർ പുറത്തൊന്നും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാമ്പയിൻ മാത്രം നടത്തിയിട്ടില്ലെന്നാണ് അവരുടെ യുവജന നേതാവ് വ്യക്തമാക്കിയത്. അപ്പോൾ ഇവർ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? ഇവരാ പാർട്ടിയുടെ ഭാഗമാണ്. ഇവരാ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല. ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയത് CK നാണും നീലലോഹിതദാസ് നാടാരുമാണ്. ഇവരാ പാർട്ടി തന്നെ നിൽക്കുവാണ്. ഇവരാ മുന്നണിയിലെ കക്ഷിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഈ NDA ഘടകകക്ഷിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണം എന്ന് കൃഷ്ണൻകുട്ടിയോട് പറയാൻ, മാത്യു ടി തോമസിനോട് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയനില്ല. കാരണം BJP നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. അവരിവിടെ തൽക്കാലം നിൽക്കട്ടെ എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി BJP നേതാക്കൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ. BJP നേതൃത്വത്തിൻ്റെ ശുപാർശയോട് കൂടിയാണ് കേരളത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെ LDFൽ നിർത്തിയിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ്. അത് പഴയ CPM സംസ്ഥാന സെക്രട്ടറിയായി 16 വർഷം പിണറായി വിജയൻ ഇരുന്നു. അന്നാണ് CPMൻ്റെ ഏറ്റവും വലിയ നേതാവ്, മുൻ ധനകാര്യമന്ത്രി BJP ചേർന്ന് സ്ഥാനാർത്ഥിയായി. ഞങ്ങളുടെ അങ്ങനത്തെ ആരെങ്കിലും പോയിട്ടുണ്ടോ? CPMൻ്റെ MLA ആയിരുന്നയാൾ പാർട്ടി വിട്ടിട്ട് അപ്പുറത്ത് കേന്ദ്രമന്ത്രിയായി, BJPയിലെ കേന്ദ്രമന്ത്രിയായി അൽഫോൺസ് കണ്ണന്താനം. എന്നിട്ട് അൽഫോൺസ് കണ്ണന്താനത്തിന് വിളിച്ച് ലഞ്ച് കൊടുത്ത ആളാണ് പിണറായി വിജയൻ, BJP നേതാക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പോയതാണ്. അപ്പോൾ എന്ത് ക്യാമ്പയിന്? എത്ര പേര് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്?
ഗുജറാത്തിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, തെലങ്കാനയിൽ എത്ര സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. ഇവരെന്തിനാ മത്സരിക്കണത്? ഏത് മറ്റേ മരപ്പെട്ടി ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അരിവാൾ ചുറ്റിയ നക്ഷത്രം പോയി മരപ്പെട്ടിയും നീരാളിയും ചിഹ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. ഞങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? CPM മോഡിയെ നേരിടാൻ വേണ്ടിയിട്ട് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഈ കേരളത്തിലല്ലാതെ 2 സീറ്റ് DMK അവിടെ കൊടുത്തിട്ടുണ്ട്, 1 സീറ്റ് കോൺഗ്രസ് രാജസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട്. ഈ 18 സീറ്റിലല്ലാതെ എവിടെയെങ്കിലും വേറെ സീറ്റിലും മത്സരിക്കുന്നുണ്ടോ? എന്നിട്ട് മോഡിയെ നേരിടുമെന്നാണ് പറയണത്. മോഡിയെ നേരിടുമെന്ന്. ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കും. ഇനി വർഗീയതയ്ക്കെതിരായിട്ടുള്ള, ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒറ്റ ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്? കോൺഗ്രസും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് എന്ത് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്? ഫാസിസത്തിനെതിരായി നിർത്തലില്ലാതെ, വിരാമമില്ലാതെ അവിരാമമായി പോരാടുന്നത് ആരാ? കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. എന്നിട്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് എതിരായിട്ട് പ്രസംഗിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിൽ 16 കേസാണ് RSS രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. ഒരു CPM കാരനെതിരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ. എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ RSS കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CPM അവരും തമ്മിൽ സൗഹാർദ്ദത്തിലാണ്, പേടിച്ചാണ് കഴിയുന്നത്. ധാരണയാണ്. ഇത് ആർക്കാ അറിയാത്തത്? ഒരു കേസും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നോട്ടീസ് അയപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായിട്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലല്ല എന്ന് കാണിക്കും. അവർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് അല്ലേ? ഒരുമിച്ച് കച്ചവടം ചെയ്യാണ്, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാണ്. ആ ലെവലിലേക്ക് പോയി.